ശീതളുടെ കല്യാണം കുറച്ചുനാൾ മുമ്പ് കഴിഞ്ഞതാണ്. അവളൊരു മോഡേൺ കുട്ടിയാണ്. അവക്ക് ചോമീൻ കഴിക്കാനും കഴിപ്പിക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. കല്യാണം കഴിഞ്ഞ് എന്നും വീട്ടിൽ രാവിലെ അല്ലെങ്കിൽ രാത്രി ചോമീൻ ഉണ്ടാക്കുമായിരുന്നു. ശീതൾ നല്ല രുചിയുള്ള ചോമീൻ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ അമ്മായിയമ്മ കലാവത്തിക്ക് ഇഷ്ടമല്ലായിരുന്നു. ശീതൾ മോളെ, ആഹാരമായോ? അമ്മ, ദാ ഇപ്പൊ തരാം, നല്ല രുചിയുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചോമീൻ. ഇതെന്താ മോളെ, നീ വീണ്ടും ചോമീൻ ഉണ്ടാക്കിയോ? എന്നും ഈ ചോമീൻ കഴിച്ച് കഴിച്ച് എനിക്ക് മടുപ്പായി. എനിക്ക് ചോറ്, സാമ്പാർ, അവിയലൊക്കെ തിന്നാനാ ഇഷ്ടന്നേ. എനിക്ക് നിന്റെ അമ്മായിയച്ഛനും ഈ ചോമീനോട് വലിയ താല്പര്യമൊന്നുമില്ല. അല്ല കലാവതി, മരുമകൾ എന്തായാലും ഉണ്ടാക്കിയതല്ലേ, എന്തായാലും നീ ഒന്ന് കഴിച്ചു നോക്ക്. കൊണ്ടുവാ മോളെ, എനിക്കിതാ. മോളുണ്ടാക്കിയ നൂഡിൽസ് എന്തായാലും നല്ലതായിരിക്കും. കൊണ്ടുവാ. ഇന്നാ അച്ഛ, ഞാൻ അച്ഛന് കുറച്ച് പച്ചക്കറി ഇട്ടിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിക്കാൻ? എടുത്തോളൂ, ഓഫീസിൽ പോകാറായി. പോകുന്ന വഴിക്ക് നിന്നെ ഓഫീസിൽ വിടണ്ടേ? രജിത്, നിങ്ങൾ മറന്നുപോയി, എന്റെ അവധി 1 മാസവും കൂടെ ഇനിയുണ്ട്. കല്യാണത്തിന് വേണ്ടി 6 മാസത്തെ ലീവ് ആപ്ലിക്കേഷനാ കൊടുത്തത്. നെക്സ്റ്റ് മന്ത് തൊട്ട് പോയാ മതി. ആ, ഓക്കെ. എന്റെ ലീവ് ഏതായാലും കഴിഞ്ഞു. എനിക്കെന്തായാലും ഇന്ന് പോണം. ഇന്നാ നിങ്ങളുടെ ചോമീൻ. ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കിയോ? അമ്മയൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷെ ഞാനങ്ങ് കൊടുത്തു. എന്ത് ചെയ്യാനാ, മോഡേൺ മരുമോളാ. ചോമീൻ ഉണ്ടാക്കി തരും, അത് ഞങ്ങള് കഴിക്കും അങ്ങോട്ട്. ഇപ്പോഴത്തെ മോഡേൺ കുട്ടികളുടെയൊക്കെ രീതി വേറെയല്ലേ. ശീതള എല്ലാ സ്ഥലത്തും പോയി വന്നിരുന്നു. ഇനി അവൾക്ക് രാധിക ചേച്ചിയുടെ വീട്ടിൽ പോണമായിരുന്നു. രാധിക കുറച്ചു നാളത്തേക്ക് വിദേശത്ത് പോയിരുന്നു. രാധികയുടെ അനിയത്തിയായ സോണിയയുടെ കല്യാണം വിദേശത്തായിരുന്നു. അതുകൊണ്ട് ഫംഗ്ഷൻ കൂടാൻ എല്ലാരും വിദേശത്ത് പോയിരിക്കുമായിരുന്നു. അവര് വിദേശത്തിൽ നിന്നും വന്നപ്പോ ശീതളിനെ കഴിക്കാനായിട്ട് വീട്ടിലേക്ക് ക്ഷണിച്ചു. നിങ്ങളൊന്ന് കേട്ടേ, രാധിക വിളിച്ചിരുന്നു കേട്ടോ. 2 ദിവസമായി വന്നിട്ട് അവള് ശീതളിന് വിരുന്ന് കൊടുക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാരും വിളിച്ചിട്ടുണ്ട്. മോളെ, വൈകുന്നേരം തന്നെ പോണം. നാളെ നല്ല ഉടുപ്പിടണേ. അമ്മ, ഞാൻ കരുതുന്ന അമ്മ എനിക്ക് റെഡിമെയ്ഡ് സാരി വാങ്ങിച്ചു തന്നില്ലേ എന്റെ പിറന്നാളിന്? ഞാൻ എന്തായാലും വിചാരിച്ചു അത് തന്നെ അങ്ങോട്ട് ഇടാമെന്ന്. ആ, അത് തന്നെ. അത് ഞാൻ നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് മേടിച്ചതാ. അത് തന്നെ ഇട്ടാ മതി. ശീതൾ മുറിയിലേക്ക് പോകും. നീ എന്താ ഒന്നും പറയാത്ത കലാവതി? നിനക്ക് അവള് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ലെന്നല്ലേ പറയാറ്? നമ്മുടെ മരുമകളുടെ സ്വഭാവം വളരെ നല്ലതാ. നോക്കൂ, അവള് നിന്നെ എന്തുമാത്രം ബഹുമാനിക്കുന്നു. ജന്മദിനത്തിന് കൊടുത്ത ഡ്രസ്സ് അവക്കൊരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടില്ലേ? അതെ, ഞാൻ എപ്പോഴെങ്കിലും അവളുടെ അടുത്ത് ദേഷ്യപ്പെട്ടോ? അത് പിന്നെ ഈ ചോമീൻ എന്നും ഒക്കെ ഉണ്ടാക്കണം, കഴിക്കണം, അതാ. അതിനു വേണ്ടി മാത്രം പറയണേ. മറ്റു കാര്യങ്ങൾക്കും എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല. അവൾ എന്റെ മരുമോളല്ലേ. അത് പിന്നെ നിങ്ങളൊന്ന് കേട്ടെ, രാധികയുടെ വീട്ടിൽ പോവാൻ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒരു ബോക്സും പിന്നെ കുറച്ച് ഫലങ്ങളും മേടിച്ചോണേ നിങ്ങള്. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ശീതൾ അവളുടെ വീട്ടിൽ പോകുന്നത്. വെറും കൈയോടെ നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുന്ന അത്ര നല്ലതല്ല. നമ്മളുടെ മോളുടെ വീടല്ലേ. ആ ശരി, വൈകിട്ട് പോകുമ്പോൾ ഞാൻ വാങ്ങിക്കോളാം. അടുത്ത ദിവസം രാവിലെ ശീതൾ രാധികയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. എല്ലാരും ആഹാരം കഴിക്കാൻ ഒരുക്കങ്ങൾ തുടങ്ങി. ശീതൾ, എനിക്ക് നിന്റെ ആഹാര രീതികളൊന്നും വലിയ പിടുത്തമില്ലായിരുന്നു. ഞാൻ പിന്നെ മലായ് കോഫ്ത, പനീർ, ദാല്, റൊട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാരും ഇരിക്കും, ഞാനതൊന്ന് സെർവ് ചെയ്യട്ടെ. ഇല്ല ചേച്ചി, ഞാനും കൂടെ സഹായിക്കാം. എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം. ബാക്കിയുള്ളവരൊക്കെ വെളിയിൽ തന്നെ ഇരിക്കല്ലേ. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ചേച്ചിയോട് സംസാരിക്കാൻ അവസരം കിട്ടിയില്ലല്ലോ. വിദേശത്തെ ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? ഓഹ്, അടിപൊളിയായിരുന്നു. എന്തു പറയാനാ, ഇനിയിപ്പോ സോണിയും വിദേശത്തോട്ട് പോവല്ലേ അങ്ങോട്ട്. രാധിക ചേച്ചി, ഇനിയും കല്യാണത്തിന് ഒരുപാട് ദിവസം ഇല്ലേ? നിങ്ങളെയൊക്കെ ശല്യപ്പെടുത്താതെ ഞാൻ ഇവിടുന്ന് പോവത്തില്ല. ആയുഷ്മാൻ വിളിക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് നിന്നെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ വന്നിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ, അപ്പോഴേക്കും. രാധിക ചേച്ചി പറയണത് സത്യമാണ് മോളെ. ആയുഷ്മാന് നിന്നെ നല്ല രീതിയിൽ ഓർമ്മ വന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. ഞാനൊന്ന് കോൾ എടുക്കട്ടെ. ഹലോ, ആ ആയുഷ്മാൻ ജി. എന്താ, ചേട്ടനോ? ആണോ? ആ ശരി, അങ്ങനെ ആവട്ടെ, ശരി. സോണിയ ഫോൺ വെക്കുന്നു. എന്തു പറ്റി സോണിയ? ആയുഷ്മാന് കുഴപ്പമുണ്ടോ? രാധിക ചേച്ചി, ആയുഷ്മാന്റെ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ആയുഷ്മാൻ ജി പറഞ്ഞത് അമ്മ എനിക്ക് എന്തൊക്കെയോ അവിടുന്ന് കൊടുത്തുവിട്ടിട്ടുണ്ട്. അപ്പൊ അതങ്ങോട്ട്. അദ്ദേഹത്തിന്റെ ചേട്ടന് ചോമീൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് രാത്രിയില് മഞ്ജുരിന്റെ കൂടെ ചോമീനും വേണമെന്ന്. ഇത്രയും പെട്ടെന്നൊക്കെ വിളിച്ചു പറഞ്ഞാ ഞാൻ
എങ്ങനെയാണ് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല. അദ്ദേഹത്തിന് വീട്ടിലെ ആഹാരമാണ് ഇഷ്ടമെന്നാ പറഞ്ഞത്. ഇതില് ടെൻഷൻ അടിക്കേണ്ട കാര്യമെന്താ? ചൗമീനും മഞ്ചൂരിയനല്ലേ വേണ്ടത്. കുറച്ചു നേരം ഇരിക്കും, ഞാൻ ഉണ്ടാക്കാം. അപ്പോഴേക്ക് ശീതളിന്റെ അമ്മയമ്മ അവിടേക്ക് വരും. എന്റെ സോണിയ മോളെ, നിനക്ക് വല്ലതും അറിയാമോ? ശീതളിന് ചൗമീൻ ഉണ്ടാക്കണത് ഭയങ്കര ഇഷ്ടമാ. എനിക്ക് ചൗമീനൊന്നും ഇഷ്ടമൊന്നുമല്ല, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ശീതള് നല്ല സ്വാദിഷ്ടമായ ചൗമീൻ ഉണ്ടാക്കും. സത്യാണോ ആന്റി? എന്ന് ചേച്ചി എന്നെ സഹായിച്ചേ പറ്റുള്ളൂ. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അതെ അതെ, നീ ടെൻഷൻ അടിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഞാൻ ഉണ്ടാക്കുന്ന ചൗമീനും മഞ്ചൂരിയൻ കഴിച്ച് ആയുഷ്മാന്റെ ചേട്ടൻ ഇവിടുന്ന് പോവാതെയാകും. ശീതൾ ഇതെല്ലാം ഉണ്ടാക്കാൻ എക്സ്പേർട്ടായിരുന്നു. ശീതൾ കുറച്ചുനേരം കൊണ്ട് തന്നെ നല്ല അടിപൊളി ചൗമീനും മഞ്ചൂരിയനും ഉണ്ടാക്കിയിരുന്നു. ആയുഷ്മാന്റെ ചേട്ടന് അവളുണ്ടാക്കിയ ചൗമീനും മഞ്ചൂരിയനും ഒരുപാട് ഇഷ്ടമായി. അദ്ദേഹം ഒരുപാട് പ്രശംസിച്ചു. ഈ കാര്യം ആയുഷ്മാൻ അറിഞ്ഞപ്പോ അവനും ഒരുപാട് സന്തോഷമായി. എന്തു തന്നെ ആയാലും ഇന്ന് നീ ഉണ്ടാക്കിയ ചൗമീൻ ഒരുപാട് സ്വാദിഷ്ടമായിരുന്നു കേട്ടോ. ആയുഷ്മാന്റെ ചേട്ടന് ഒരുപാട് സന്തോഷമായി. കൊള്ളാലോ കലാവതി, നീ മരുമകളുണ്ടാക്കിയ നൂഡിൽസിനെ പുകഴ്ത്തി പറയുന്നല്ലോ. സൂര്യൻ ഇന്നിനി എവിടാണോ ഉദിക്കാൻ പോകുന്നത്? ഓ, തുടങ്ങിയോ? ശീതൾ ഇന്ന് നല്ലൊരു കാര്യാ ചെയ്തത്. മോളെ, എനിക്ക് ഒരുപാട് സന്തോഷമായി. രാധിക മോളെ, ചെല്ല്, ചൗമീനും മഞ്ചൂരിയനും ഞങ്ങൾക്കും കൂടെ തായോ. ഞങ്ങളും ഒന്ന് കഴിച്ചു നോക്കട്ടെ ശീതൾ ഉണ്ടാക്കിയ ചൗമീനും മഞ്ചൂരിയനും ഒക്കെ. ശരി അമ്മ, ഞാനിപ്പോ കൊണ്ടുവരാട്ടോ. താങ്ക് യു ശീതൾ ചേച്ചി. മുഴുവൻ വീട്ടില് ഒരുപാട് സന്തോഷമാകും. ശീതളുടെ മുഖത്തും സന്തോഷമായിരുന്നു. അവളുണ്ടാക്കിയ ചൗമീൻ വീട്ടിലെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. സീതയെന്നും ഗീതയെന്നും പേരുള്ള രണ്ട് ഇരട്ടകളായ അനാഥർ അവരുടെ ഇളയമ്മയുടെയും ഇളയച്ചന്റെയും കൂടെയാണ് താമസിച്ചിരുന്നത്. സീതയ്ക്കും ഗീതയ്ക്കും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സീതയും ഗീതയും അവരുടെ ഇളയമ്മയുടെയും ഇളയച്ചന്റെയും കൂടെയാണ് താമസിച്ചിരുന്നത്. പാവം അനാഥ കുട്ടികളുടെ ഇളയമ്മ ചഞ്ചല വളരെ മോശപ്പെട്ട സ്ത്രീയായിരുന്നു. അവരെ രണ്ടുപേരെയും തികച്ചും ഉയരക്കാരികളായി മാത്രമാണ് അവൾ കണ്ടത്. എവിടെയായിരുന്നു രണ്ടുപേരും? എത്ര സമയമായി ബസാറിൽ സാധനം വാങ്ങാൻ പോയിട്ട്? ഇപ്പോഴാണോ വരുന്നത്? ഇളയമ്മേ, പുറത്ത് വലിയ മഴയായിരുന്നു, അതാ ഞങ്ങള് വൈകിയത്. ആ, പഞ്ചസാരക്ക് എന്ത് സംഭവിച്ചു? ഈ പഞ്ചസാര ഉറപ്പായി നനഞ്ഞിട്ടുണ്ടാവും. റേഷൻ കടക്കാരൻ തന്ന പഞ്ചസാരയുടെ സഞ്ചി പൊട്ടിയിരുന്നു ഇളയമ്മേ. നമുക്കത് അറിയില്ലായിരുന്നു. അങ്ങനെ പഞ്ചസാരയിൽ വെള്ളം കയറി. ഞങ്ങളോട് ക്ഷമിക്കൂ. ഇന്ന് നിങ്ങളെ ശരിയാക്കും. എത്ര നാശമാണ് വരുത്തിയത്. നിങ്ങളുടെ അച്ഛനും അമ്മയും എന്റെ കഞ്ഞിയിൽ പാറ്റയിടാനാണോ നിങ്ങളെ ഇവിടെ കൊണ്ടാക്കിയത്? എനിക്ക് കഷ്ടം തന്ന് രണ്ടാളും മുകളിലേക്ക് പോയി. ചഞ്ചല, നിനക്കെന്താ ഒട്ടും ലജ്ജയില്ലേ? കുട്ടികളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറാൻ അല്പം മാന്യമായി പെരുമാറാൻ പഠിക്കേ. ഇനി നിങ്ങൾക്ക് ഞാൻ എന്താണ് വേണ്ടത്? എന്റെ വീട്ടിൽ പോണോ? ഒരു വട്ടം പോയാൽ പിന്നെ ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല. പിന്നെ മറ്റൊരു പെണ്ണിനെ അന്വേഷിച്ചാൽ മതി നിങ്ങള്. ചഞ്ചല സീതയുടെയും ഗീതയുടെയും അടുത്ത് എപ്പോഴും കയർത്തുകൊണ്ടിരുന്നു. ഈ കാരണത്താൽ രണ്ടു കുട്ടികളും രാത്രിയുടെ ഇരുട്ടിൽ വീട് ഉപേക്ഷിച്ചു പോകാൻ തീരുമാനിച്ചു. ഒരുപാട് സങ്കടത്തോടെ ആണെങ്കിലും അവർ ആ വീട് വിടാനുള്ള തീരുമാനമെടുത്തു. ഇതാ, നമുക്കിവിടെ നിൽക്കണ്ട. ഇളയമ്മ വല്ലാതെ അടിക്കുന്നു. അതെ സീതേ, നീ പറയുന്നത് ശരിയാണ്. നമുക്ക് ദൂരെ എവിടെയെങ്കിലും പോകാം. സീതയും ഗീതയും രാത്രിയുടെ ഇരുട്ടിൽ വീട് വിട്ടു പോയി. നടന്ന് ഒരു മരത്തിനടുത്തെത്തി. അവർ ആ മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ കണ്ണു തുറക്കുമ്പോൾ കണ്ടത് റോഡിലൂടെ ആൾക്കാർ നടക്കുന്നതായിരുന്നു. ഒരു ഉന്തുവണ്ടിക്കാരൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സീത, വല്ലാതെ വിശക്കുന്നുണ്ട് എനിക്ക്. നമുക്ക് എന്തെങ്കിലും കുറച്ച് കഴിക്കാം. ഇതാ, നമ്മുടെ കയ്യിൽ പൈസയില്ല. പൈസ ഇല്ലാതെ നമുക്ക് കഴിക്കാൻ ആരും ഒന്നും തരില്ല. നമുക്ക് ചോദിച്ചു നോക്കാം, ഒരു പക്ഷെ തന്നാലോ? ശരി, വരൂ. സഹോദര, നിങ്ങളുടെ ബാഗിൽ നിന്നും എന്തെങ്കിലും കഴിക്കാൻ തരുമോ? വല്ലാതെ വിശക്കുന്നു. രണ്ടുപേരുടെ കയ്യിലും പൈസ ഉണ്ടോ? നോക്കൂ, രണ്ട് സഹോദരിമാരും ഒരുപോലെ ഉണ്ട്. ഇരട്ടകളാണെന്നാ തോന്നുന്നത്. അതെ അതെ, തോന്നുന്നത് ഇവർ തികച്ചും അനാഥരാണെന്നാണ്. സഹോദര, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. സൗജന്യമായി നിങ്ങൾക്ക് എന്ത് കിട്ടും? പൈസ കൊണ്ടുവരൂ, അപ്പോൾ കഴിക്കാനും തരാം. ഉന്തുവണ്ടിക്കാരൻ അവരെ രണ്ടുപേരെയും വഴക്കു പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തി അവിടേക്ക് വരുന്നു. ഈ കുട്ടികൾക്ക് 2 വീതം പെറോട്ട ഉണ്ടാക്കി കൊടുക്ക. കുട്ടികളോട് ചുമ്മാ കയർക്കണ്ട, ഞാൻ പൈസ തരാം. നന്ദിയുണ്ട് അങ്കിൾ. നിങ്ങൾ ആരാണ് കുട്ടികളെ? അങ്കിൾ, എന്റെ പേര് സീത. ഇതെന്റെ കുഞ്ഞനിയത്തി ഗീത. ഞങ്ങളുടെ ഇളയമ്മ ഞങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ വീട് ഉപേക്ഷിച്ചു. നിങ്ങളുടെ അച്ഛനമ്മമാർ എവിടെയാ മക്കളെ? ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ല അങ്കിൾ. ചെറുപ്പത്തിലെ ഞങ്ങൾ ഇളയമ്മയുടെയും ഇളയച്ഛന്റെയും കൂടെയാണ് താമസിക്കുന്നത്. ഓ, ഓക്കെ, അതാണ് കാര്യം.
നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നൂഡിൽസിന്റെ എത്ര പാക്കറ്റ് ഉണ്ട്? 20 പാക്കറ്റ് ഉണ്ട്. എങ്കിൽ അത് തരൂ. കുട്ടികളെ, നിങ്ങൾ എന്റെ കൂടെ ഓട്ടോറിക്ഷയിലിരിക്കെ. ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ല മക്കളെ. സീതയും ഗീതയും അയാളുടെ കൂടെ ഓട്ടോറിക്ഷയിൽ കയറി. ആ വ്യക്തിയുടെ പേര് രാജേഷ് എന്നായിരുന്നു. അദ്ദേഹം തന്റെ ഭാര്യയുടെ കൂടെ വീട്ടിൽ നിന്ന് നൂഡിൽസ് ഉണ്ടാക്കുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ നൂഡിൽസ് പാക്കറ്റ് കടകളിലും റെസ്റ്റോറന്റിലും സപ്ലൈ ചെയ്യുകയും ചെയ്തിരുന്നു. സീതയും ഗീതയും അദ്ദേഹത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാജേഷിന്റെ നെഞ്ചിൽ ആഴത്തിൽ വേദന അനുഭവപ്പെട്ടു. എന്താണെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാലാവസ്ഥയുടെ മാറ്റം കാരണമായിരിക്കും. നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നിങ്ങൾ പോകൂ അങ്കിൾ. വേഗം തന്നെ അങ്കിളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. സീതയും ഗീതയും ഓട്ടോക്കാരന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഓട്ടോക്കാരൻ രാജേഷിന്റെ കയ്യിൽ നിന്നും വിവരങ്ങൾ മനസ്സിലാക്കി അവർ രാജേഷിന്റെ ഭാര്യയെ ഫോൺ ചെയ്തു. അവർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തി. കുറച്ചു സമയത്തിനു ശേഷം രാജേഷിന് ബോധം വന്നു. അതിനുശേഷം ഡോക്ടർ അദ്ദേഹത്തിന്റെ ഹാർട്ടിന്റെ അവസ്ഥയെപ്പറ്റി പറയുന്നു. രാജേഷ് സീതയെയും ഗീതയെയും തന്റെ പത്നിക്ക് കാണിച്ചു കൊടുക്കുന്നു. താങ്കൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ ഓക്കെയാണ് സന്ധ്യ, നീ വിഷമിക്കണ്ട. ഞാൻ മരണത്തിനടുത്ത് വരെ എത്തിയതാ. ഭാഗ്യത്തിനാ ഈ കുട്ടികളെ കിട്ടിയത്. ഇത് സീതയും ഗീതയുമാണ്. ഇവിടെ വരൂ മക്കളെ. ഇവരെ കാണുമ്പോൾ ഏകദേശം ഒരുപോലെയുണ്ട്. ഇവർ രണ്ടുപേരും ഇരട്ടകളാണോ? അതെ ആന്റി, എന്റെ പേര് സീത എന്നാണ്. ഇത് ഗീതയാണ്. അടുത്ത ദിവസം ഡോക്ടർ രാജേഷിനെ ഡിസ്ചാർജ് ചെയ്യുന്നു. മുഴുവനായും റെസ്റ്റ് എടുക്കാൻ രാജേഷിനോട് ഡോക്ടർ പറഞ്ഞു. രാജേഷിന്റെ മനസ്സിൽ തന്റെ ജോലികളെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അദ്ദേഹം അതോർത്ത് അസ്വസ്ഥനായിരുന്നു. സന്ധ്യ, ചരക്ക് വാങ്ങണം, സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, എല്ലാ കടകളിലും ഡെലിവറി ചെയ്യുകയും വേണം. കേൾക്കൂ, ആദ്യം നിങ്ങളുടെ അസുഖം ശരിയാവട്ടെ. അത് കഴിഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിനെ പറ്റി ചിന്തിച്ചാൽ മതിയാകും. താങ്കൾ ഇതൊന്നും ചിന്തിക്കേണ്ട. ഞങ്ങൾ ആന്റിയോടൊപ്പം ഉണ്ടാകും. താങ്കളുടെ ജോലി അങ്ങനെ ഇല്ലാതാകുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സീത പറഞ്ഞത് തികച്ചും ശരിയാണ്. താങ്കൾ പൂർണ്ണമായും വിശ്രമിക്കൂ. ഞങ്ങൾ ആന്റിയുടെ കൂടെ നൂഡിൽസ് ഡെലിവറി ചെയ്യാൻ പൊയ്ക്കൊള്ളാം. പിന്നെ നടന്നത് ഇതായിരുന്നു. സന്ധ്യ നൂഡിൽസ് ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. സന്ധ്യയും സീതയും ഗീതയും കൂടി ആ നൂഡിൽസ് എല്ലാം ഡെലിവർ ചെയ്യാനായി പോകാൻ തുടങ്ങുകയും ചെയ്തു. ഒരു ദിവസം സീത സന്ധ്യയോട് പറഞ്ഞു, എന്തിനാണ് നമ്മൾ നൂഡിൽസിന്റെ പാക്കറ്റുകൾ ഉണ്ടാക്കുന്നത്? എന്തുകൊണ്ട് നൂഡിൽസിന്റെ ഒരു സ്റ്റോള് തന്നെ തുടങ്ങിക്കൂടാ? നമ്മൾക്ക് കുറെ തരത്തിലുള്ള നൂഡിൽസ് ഉണ്ടാക്കിയാൽ നല്ല കച്ചവടവും ഉണ്ടാകും. ഈ ഐഡിയ എന്തുകൊണ്ടാണ് നമ്മുടെ തലച്ചോറിൽ വരാത്തത്? ഇതൊരു നല്ല ഐഡിയ ആണ്. രാജേഷ്, ഞാനും ചിന്തിക്കുന്നു. സീതയും ഗീതയും പറഞ്ഞത് നല്ലതിനാണെന്ന്. നമുക്കൊരു നൂഡിൽസ് സ്റ്റോൾ തുടങ്ങാം. തീർച്ചയായും നമ്മുടെ കച്ചവടം നന്നാകും. ശരി സന്ധ്യ, പക്ഷേ അതിനൊരുപാട് പണിയുണ്ട്. രാവിലെ മുതൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യണം. സ്റ്റോളിൽ എല്ലാ ദിവസം പോവുകയും വേണം. നിനക്ക് അതിനൊക്കെ പറ്റുമോ? താങ്കൾ എന്റെ കൂടെ ഉണ്ടായാൽ മതി. പിന്നെ എന്റെ കൂടെ സീതയെയും ഗീതയെയും പോലെ സ്നേഹമുള്ള കുട്ടികളുണ്ടല്ലോ. പിന്നെ സന്ധ്യ സീതയുടെയും ഗീതയുടെയും കൂടെ സ്വന്തമായി ഉണ്ടാക്കിയ നൂഡിൽസ് ഉണ്ടാക്കി വിൽക്കാൻ ഒരു കട വാടകയ്ക്കെടുത്തു. സീതയും ഗീതയും ഇരട്ട സഹോദരിമാരായിരുന്നു. ആൾക്കാർ അവരെ രണ്ടുപേരെയും ആ സ്റ്റോളിൽ സന്ധ്യയുടെ കൂടെ നൂഡിൽസ് ഉണ്ടാക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെടുകയും ചെയ്തു. പതുക്കെ പതുക്കെ സ്റ്റോളിൽ കസ്റ്റമേഴ്സ് കൂടി വരുന്നു. പിന്നെ സന്ധ്യയുടെ നൂഡിൽസ് സ്റ്റോളിൽ നല്ല വരുമാനമുണ്ടാകാനും തുടങ്ങി. സന്ധ്യ, സീത, ഗീത, ഈ കുട്ടികൾ നല്ല ഭാഗ്യശാലികളാ. കണ്ടില്ലേ എനിക്ക് എന്തുമാത്രം ഭാഗ്യമാ കിട്ടിയിരിക്കുന്നതെന്ന്. രാജേഷിന്റെ ആരോഗ്യത്തിൽ മാറ്റം വരുന്നു. ഇപ്പോൾ അവർ നൂഡിൽസ് പാക്കറ്റിന്റെ സപ്ലൈയുടെ കൂടെ തങ്ങളുടെ സ്റ്റോളിലും നൂഡിൽസ് ഉണ്ടാക്കുന്നു. നൂഡിൽസ് ഉണ്ടാക്കുന്നതിന് സന്ധ്യയെയും സീതയെയും ഗീതയെയും സഹായിക്കുന്നു. ഒരു ദിവസം സീതയുടെയും ഗീതയുടെയും ഇളയച്ഛൻ അവരെ നൂഡിൽസ് സ്റ്റോളിൽ കണ്ടു. സീത, ഗീത, ഞാൻ നിങ്ങളെ ഒരുപാട് അന്വേഷിച്ചു മക്കളെ. എന്റെ മക്കൾ എന്തിനാണ് വീട് ഉപേക്ഷിച്ചു പോയത്? ഇളയച്ഛ, ഞങ്ങൾ ഇളയമ്മയുടെ പ്രവൃത്തിയിൽ വളരെ വിഷമിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വീട് ഉപേക്ഷിച്ചു വന്നത്. ഇളയച്ഛ, ഇപ്പോൾ ഞങ്ങളുടെ അച്ഛനമ്മമാരുടെ സ്ഥാനത്ത് അങ്കിളിനെയും ആന്റിയെയും കിട്ടി. ഇവരെ ഉപേക്ഷിച്ച് ഞങ്ങൾ വരില്ല. ഇവരാണ് ഞങ്ങൾക്കെല്ലാം. സീതയുടെയും ഗീതയുടെയും വാക്കുകൾ കേട്ട് രാജേഷിനും സന്ധ്യയ്ക്കും കരച്ചിൽ വന്നു. അങ്ങനെ ആ അനാഥ കുട്ടികളുടെ അച്ഛനമ്മമാരായി രാജേഷിനെയും സന്ധ്യയെയും കിട്ടി. മക്കൾക്ക് അനുഗ്രഹവും നൽകി അവരുടെ ഇളയച്ഛൻ കണ്ണുകൾ നിറഞ്ഞ് ഒന്നും മിണ്ടാനാകാതെ തിരിച്ചുപോയി. Thanks for watching.